നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൂച്ച പോലിരുന്ന ഹണി റോസ് പുലി പോലെ ചാടിയപ്പോൾ മാളത്തിൽ കയറിയത് ബോച്ചെ. ബോബി ചെമ്മണ്ണൂരിന് ഇത് കഷ്ടകാലമാണ്. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖം. അതിലയാൾ വിളിച്ചുകൂവുന്നു, നടിയെന്നല്ലേ താൻ പറഞ്ഞത്, വെടിയെന്നല്ലോ. ഹണി റോസ് ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രതീകമാകുന്നു. സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ, അശ്ലീല കമന്റുകൾക്കെതിരെ അവർ നിയമയുദ്ധം പ്രഖ്യാപിച്ചതോടെ പലരും പേടിച്ച് മാളത്തിൽ കയറി. സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ പരാതിക്കാരിയായ ഹണി റോസ് ഇക്കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി. തിങ്കളാഴ്ച എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ അവർ നേരിട്ട് ഹാജരായി പോലീസിന് മുന്നിൽ മൊഴി നൽകി. ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലീസ് നിരീക്ഷണത്തിലാണ് എന്ന് പോലീസ് പറയുന്നു. സൈബർ ആക്രമണത്തിൽ നടപടി കടുപ്പിച്ചിരിക്കുന്നു. മോശം കമന്റുകൾ ഇടുന്നവർക്കെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതിന് വ്യാജ ഐഡിയിലാണെങ്കിൽ പോലും. വ്യാജ ഐഡിയിൽ കമന്റ് ഇടുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ്, ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഇത്തരം കമന്റുകൾ ഇടുന്നത് എന്ന് സൈബർ വിദഗ്ധർക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് പോലീസ് നിങ്ങളുടെ ഓഫീസിന് മുന്നിലോ വീടിന് മുന്നിലോ എത്തുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ ഞെട്ടിവിറച്ച് പോലീസിന്റെ കയ്യിൽപ്പെടുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ ഇതിനകം 30ഓളം പേർക്കെതിരെ കേസെടുത്തു. കുമ്പളം സ്വദേശി ഷാജി എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലായ ഷാജി ഇപ്പോൾ ഞെളിപിരി കൊള്ളുന്നു. ഇവിടെയാണ് ബോബി ചെമ്മണ്ണൂർ വിരണ്ട് ചുരുണ്ടുകൂടി മാളത്തിൽ കയറിയത്. വിവാദങ്ങൾ തുടങ്ങിയതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് പോലും ബോബി ചെമ്മണ്ണൂർ എവിടെയാണെന്നറിയില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളനങ്ങൾക്കും അപമാനങ്ങൾക്കും ചുട്ട മറുപടിയുമായി ഹണി റോസ് രംഗത്ത് വന്നതോടെ പലരുടെയും നെറ്റി ചുളിഞ്ഞു. പണത്തിന്റെ ഹുങ്കിൽ ഇതുവരെ കേരളത്തെ പരിഹസിച്ചിരുന്ന ബോബി ചെമ്മണ്ണൂരും ബോബി ചെമ്മണ്ണൂർ ഫാൻസുമൊക്കെ വിരണ്ട് ചുരുണ്ടുകൂടി. ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്ത വിവരമറിഞ്ഞ പലരും തങ്ങളുടെ കമന്റുകൾ മുക്കി ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് മറുവശത്ത്. ആദ്യഘട്ടത്തിൽ ഹണി റോസ് ഇട്ട പോസ്റ്റിന് താഴെ അവരെ അധിക്ഷേപിക്കുന്ന നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അവരുടെ വസ്ത്രധാരണ രീതിയെയാണ് പലരും പരിഹസിച്ചത്. അപ്രതീക്ഷിതമായിരുന്നു ഹണി റോസിന്റെ പ്രഹരം. ബോബി ചെമ്മണ്ണൂർ എന്ന പണക്കാരനായ ധാർഷ്ട്യം നിറഞ്ഞ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആ വ്യക്തിക്കെതിരെ ശക്തമായ ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് ഹണി റോസ് കളത്തിലിറങ്ങി. ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ മാനേജരായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പെരുമാറ്റം തനിക്ക് ഷോക്കായി എന്ന് ഹണി റോസ് തുറന്നടിക്കുന്നു. ഇനിയൊരിക്കലും നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു ചടങ്ങിനും എന്നെ വിളിക്കരുത് എന്ന് അവിടെ വെച്ച് തന്നെ പരസ്യമായി താൻ മാനേജരോട് പറഞ്ഞു. എന്നാൽ വൈകാതെ മറ്റൊരു ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോൾ അവിടെ സ്റ്റേജിൽ കയറി ഇതേ മാന്യനിരിക്കുന്നു. എന്നെക്കുറിച്ച് മോശമായ വാക്കുകൾ തുറന്നടിച്ച് ഞാനും ഹണിക്കൊപ്പം ഈ ചടങ്ങിനുണ്ടാകും എന്ന വീഡിയോ ഇയാൾ തലേന്ന് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വ്യക്തി പങ്കെടുക്കുന്ന കാര്യം സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റി ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഹണി റോസിന്റെ ആരോപണത്തിന് പിന്നിൽ വിരണ്ടിരിക്കാനേ ബോബി ചെമ്മണ്ണൂരിന് കഴിയൂ. ഒരു വാക്കുകൊണ്ടുപോലും മറുപടി പറയാൻ ഇപ്പോൾ ത്രാണിയില്ല. കാരണം പ്രഹരം അത്രയേറെ ശക്തിയുള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ ബോബി ചെമ്മണ്ണൂർ മറുപടിയുമായി കളത്തിലിറങ്ങിയാൽ താൻ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ദിവസം അയാൾ കാട്ടിയ വൃത്തികേട് ഹണി റോസ് എണ്ണി എണ്ണി പറയും. വർഷങ്ങളായി താൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടാണിത്. അദൃശ്യരായ പലരും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് എന്നെ അപമാനിക്കുന്നു, പരിഹസിക്കുന്നു. ഇനി പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നി. വീട്ടുകാർക്കും വലിയ വിഷമമുണ്ടാക്കിയിരുന്നു എനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ. വലിയ മാനസിക വിഷമം നേരിട്ടു എന്ന് മാത്രമല്ല, മാനസിക പ്രയാസങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത്. 2 വർഷമായി സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനം സഹിക്കുന്നു. ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തുമ്പോൾ കുറെ ക്യാമറകളും മൊബൈൽ ഫോണിലുമൊക്കെ പലരും വീഡിയോ എടുക്കുന്നു. ഇവരുടെ ക്യാമറ ആംഗിളൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. ഈ വീഡിയോകളിൽ ചിലരെങ്കിലും ലക്ഷ്യമിടുന്നത് നമ്മുടെ ശരീരത്തെ വൾഗറായി കാണിക്കാൻ. വീഡിയോ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് പൊതുവേദിയിൽ താൻ എത്തിയിട്ടില്ല എന്ന് ഹണി റോസ് ആണയിട്ട് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും നേരെ നിയമ നടപടികളുമായി ഹണി റോസ് രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെ ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് നിന്ന് അവർക്ക് ലഭിക്കുന്നത്. പൂർണ്ണ പിന്തുണയുമായി അമ്മ രംഗത്തെത്തി.
ആസിഫ് അലി ഉൾപ്പെടെയുള്ള നടന്മാർ പരസ്യ പിന്തുണയുമായി ഹണി റോസിനൊപ്പമുണ്ട്. WCC ഇതിനകം തന്നെ ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഹണി റോസ് നടത്തുന്ന തീം പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി രംഗത്തെത്തി. ഹണി റോസിനെതിരെ ചിലർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതും ഇതിൽ പ്രയാസം അറിയിച്ച ശേഷം ഇത് ആവർത്തിച്ചതും ഗൗരവമേറിയ സംഭവമാണ് എന്ന് അമ്മ പറയുന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ കമന്റുകൾ ഇട്ടവരെ ടവർ ലൊക്കേഷനുകൾ നോക്കി കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് തുടരുന്നു. സൈബർ പോലീസിന്റെ സഹകരണത്തോടെ നടപടികൾ ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് BNS പ്രകാരം ജാമ്യമില്ലാ വകുപ്പും IT ആക്ടും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സൈബർ സെൽ മണിക്കൂറുകൾക്കകം ലൊക്കേഷൻ കണ്ടെത്തിയതോടെ കുമ്പളം സ്വദേശിയായ ഷാജി വീണു. ഓരോരുത്തരും അവരവരുടെ ചിന്തകളനുസരിച്ച് നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ തന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് തന്റെ ജോലിയുടെ ഭാഗമാണ്. നിരന്തരം അപമാനം സഹിക്കുന്നു. അയാളുടെ പെരുമാറ്റം ഷോക്കിംഗ്. ഇതിൽ പരം എന്ത് പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് വെളിപ്പെടുത്തേണ്ടത്? ശക്തമായ നിയമ നടപടികളോടെ ഹണി റോസ് രംഗത്തെത്തിയതോടെ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന ഫാൻസുകാരും വെപ്രാളത്തിലാണ്. ഹണി റോസ് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് നിരവധി സെലിബ്രിറ്റികളും നടികളുമൊക്കെ ലൈംഗിക അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ നിയമ നടപടികളുമായി മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ മലയാള സിനിമാ ലോകത്തെ നടികൾക്കിടയിൽ ഇപ്പോൾ വ്യാപകമായ ഒരു പ്രചരണം നിലനിൽക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ക്ഷണിക്കുന്ന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കേണ്ട, അങ്ങോട്ടേക്ക് പോകണ്ട എന്ന്. ചിലരൊക്കെ തോളിലേറ്റിയ നന്മമരത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ അനാവൃതമായിരിക്കുന്നത്. ഇത്രമാത്രം മലീമസമായ മനസ്സിനുടമയാണോ ബോബി ചെമ്മണ്ണൂർ എന്ന് പലരും പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഇടുന്നു. ഇതൊരു മാനസിക വൈകൃതമാണ് എന്ന് തുറന്നടിച്ച ഹണി റോസിന് അഭിനന്ദനങ്ങൾ ഏറി വരികയാണ്. മറുവശത്ത് അവർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തുന്നു. അവരുടെ ശരീരഘടന അനുസരിച്ച വസ്ത്രധാരണ രീതി മാത്രമാണ് അവർ ചെയ്തത്. അതിൽ അശ്ലീലത കണ്ടെത്തുന്നവർ, അതിൽ ലൈംഗിക ചുവ കണ്ടെത്തുന്നവർ, അവർ ആദ്യം തങ്ങളുടെ മനസ്സുകൾ പരിശോധിക്കട്ടെ. അവിടെയാണ് ഹണി റോസിന് പിന്തുണയേറുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.